ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലൈംഗികാതിക്രമ വെളിപ്പെടുത്തലുകളിൽ പ്രത്യേക സംഘം പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. കമ്മിറ്റിക്ക് മുന്നിൽ വെളിപ്പെടുത്തൽ നടത്തിയ നടിമാരുടെ മൊഴിയെടുക്കും. പ്രാഥമിക ഘട്ട അന്വേഷണമാണ് AIG പൂങ്കുഴലിയുടെ സംഘം നടത്തുക. മൊഴി നൽകാൻ താൽപ്പര്യം പ്രകടിപ്പിക്കാത്ത അഭിനേതാക്കളെ അന്വേഷണ സംഘം നേരിട്ട് കാണും. അതിജീവിതമാർക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമുണ്ടെങ്കിലേ FIR രജിസ്റ്റർ ചെയ്യുകയുള്ളൂ. വിവരങ്ങളുമായി സൈഫുനിസ അലിയാർ നമുക്കൊപ്പം ചേരുന്നു. സൈഫുനിസ, ഗുഡ് മോർണിംഗ്. പുരാണ ദിനാശംസകൾ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. സൈഫുനിസയുടെ നിൽപ്പ് കാണുമ്പോൾ ഉത്രാടോ തിരുവോണോ ഇങ്ങനെ വന്നെന്നങ്ങ് തോന്നും. ഇന്ന് നമ്മളുടെ കൊച്ചി ബ്യൂറോയിലെ ഓണാഘോഷമാണ്. ഓണാഘോഷത്തിന് ഒരുക്കങ്ങളും പൂവിച്ചിലൊക്കെ ആയിട്ട് നടക്കുക ഞങ്ങള്. അതിന്റെ തിരക്കിൽ നിന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു വാർത്ത അങ്ങ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. അതെ, സൈഫുനിസയും കൊച്ചി ബ്യൂറോ ഒക്കെ ഓണം ആഘോഷിക്കുമ്പോൾ ചിലരുടെ നെഞ്ച് കിടന്ന് പിടയ്ക്കുക. നിങ്ങൾ ഓരോ ദിവസവും മൈക്കുമായിട്ട് സൈഫുനിസ വരുന്ന സമയത്ത് ഓരോ താരങ്ങൾ ഇങ്ങനെ TV സ്ക്രീൻ വെച്ച് നോക്കും. എന്നെക്കുറിച്ചെങ്ങാനും ആണോ പറയാൻ പോകുന്നത്? ഇന്നെന്താണ് സൈഫുനിസ നമുക്ക് പ്രേക്ഷകരുമായിട്ട് പറയാനുള്ളത്? SITയുടെ അന്വേഷണത്തിൻ്റെ ഒരു രീതി എങ്ങനെയായിരിക്കും? ഒരു കാര്യം ഉറപ്പാണ്, SIT കാര്യങ്ങൾ ലീക്ക് ചെയ്യുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് കോടതിയുടെ നിർദ്ദേശം ഉള്ളതുകൊണ്ട് മാധ്യമങ്ങളുമായി പരമാവധി അകലം പാലിച്ചായിരിക്കും SITയുടെ മുന്നോട്ട് പോക്ക്. തീർച്ചയായും പ്രത്യേക അന്വേഷണ സംഘത്തോട് നമ്മൾ പലതവണ ഇക്കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോഴും കോടതി നിർദ്ദേശമുണ്ട്, ഒന്നും പറയാൻ സാധിക്കില്ലെന്നാണ് പറയുന്നത്. എങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നേരത്തെ ലൈംഗിക അതിക്രമം മൊഴികൾ നൽകിയ അതിജീവിതമാരുടെ, അതായത് പ്രധാനപ്പെട്ട നടിമാരുടെയൊക്കെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്താൻ പോവുകയാണ്. അത് പ്രാഥമികഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഈ അതിജീവിതമാരെയെല്ലാം തന്നെ നേരിട്ട് കണ്ട് അവർക്ക് പരാതിയുണ്ട്, ഈ കേസുമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകാം എന്നുള്ളതായിരുന്നു ഹൈക്കോടതി പറഞ്ഞിരുന്നത്. അതിന്റെ ഭാഗമായ ഒരു പ്രാഥമിക ഘട്ട അന്വേഷണമാണ്. മനസ്സിരുത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കാനാണ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രത്യേക ഭാഗങ്ങളും ഓരോ മൊഴിയും അത്രത്തോളം പഠിച്ച് ആ മൊഴി നൽകിയിരിക്കുന്ന നടിമാർ ആരൊക്കെ എന്നുള്ളത് കണ്ട് അവരിൽ നിന്ന് മൊഴി ശേഖരിക്കുകയാണ്. അവർക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട് എങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് കൂടുതൽ ഗൗരവമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യും. പ്രാഥമിക ഘട്ട അന്വേഷണം എന്ന രീതിയിലാണ് ഇപ്പോൾ അതിജീവിതമാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. മൊഴി നൽകാൻ താല്പര്യമില്ലാത്തവരെ നേരിട്ട് കണ്ടുപോയി മൊഴിയെടുക്കുക എന്നൊരു തീരുമാനവും അന്വേഷണ സംഘം എടുത്തിട്ടുണ്ട്. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്, ഓരോ മൊഴിയിലും പ്രത്യേകമായി പരിശോധന നടത്തണം എന്നുള്ളത്. അത് ഒരു റിപ്പോർട്ടായി മാത്രം ഒതുങ്ങരുത്. അക്കാര്യത്തിൽ എന്തെല്ലാം നടപടികൾ ചെയ്യാനാകുമോ സംവിധാനത്തിന് അതെല്ലാം ചെയ്യണം എന്നുള്ളതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം നമ്മളോട് പറയുന്നത് ഹൈക്കോടതി നിർദ്ദേശിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നാണ്. അതായത് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അതിജീവിതമാരെ കാണുക, അവരുടെ മൊഴി രേഖപ്പെടുത്തുക, ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള വിശദമായ മൊഴിയെടുക്കുക, അതിനുശേഷവും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇവർക്ക് താല്പര്യമുണ്ട് എങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് ഈ ആരോപണ വിധേയരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തുക തുടങ്ങിയ നടപടികളിലേക്ക് കടക്കാമെന്നുള്ളതാണ്. അത്തരം രീതിയിലേക്കായിരിക്കും അന്വേഷണ സംഘം ഇനിയുള്ള ദിവസങ്ങളിൽ പോവുക. AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുന്നത്. പൂങ്കുഴലി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പ്രധാനപ്പെട്ട നടിമാരുടെ, അതായത് ഇപ്പോൾ നിലവിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചില ആരോപണങ്ങളുമായും വെളിപ്പെടുത്തലുകളുമായും എല്ലാം മുന്നോട്ട് വന്നിരുന്നു. പക്ഷെ അതെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റുകളോ ചെറിയ നടിമാരോ ഒക്കെയാണ്. പ്രധാനപ്പെട്ട നടിമാർ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു തുറന്നു പറച്ചിലുണ്ടായിട്ടില്ല. പലരുടെയും മൊഴികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ ഏത് രീതിയിലേക്കായിരിക്കും വരിക, അവർ ഇക്കാര്യത്തിൽ ഇനി മുന്നോട്ട് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതും പ്രധാനമാണ്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ